പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഏപ്രിൽ മാസം 20 ആമേൻ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കിക്കേ, എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് സൂക്ഷിച്ചത്. ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അപ്പ രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? കരം ഉയർത്തിപ്പിടിച്ചിട്ട് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചതിന് കരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ്, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. അങ്ങ് എന്നെ ഉണർത്തിയത് അതിന് നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് സ്തോത്രം. കർത്താവെ, അങ്ങ് തന്ന എല്ലാ നന്മകൾക്കും നന്ദി, എല്ലാ കൃപകൾക്കും നന്ദി. ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. 107 സങ്കീർത്തനം പറഞ്ഞു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. ഒന്നുകൂടെ കരം ഉയർത്തി പറഞ്ഞ്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ചിലരൊന്നും കൈ ഉയർത്തിയില്ലല്ലോ, അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൈകൾ ഉയർത്തി പറഞ്ഞു, യഹോവ നല്ലവനല്ലോ, ആ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സമയങ്ങളിലായിരിക്കാം കർത്താവേ നിൻ്റെ കുഞ്ഞുങ്ങൾ ഇത് കേൾക്കുന്നത്. എന്നാൽ യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം എവിടൊക്കെ ചെല്ലുന്നോ, ഏതൊക്കെ ഭവനങ്ങളിൽ ഇറങ്ങി ചെല്ലുന്നോ, ഏതൊക്കെ വ്യക്തികളുടെ കാതുകളിലേക്ക് കയറി ചെല്ലുന്നോ, അവരെയും ആ ഭവനങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സകല ആവശ്യങ്ങളിലും കർത്താവിൻ്റെ സ്പെഷ്യൽ ഫേവർ യേശുവിൻ നാമത്തിൽ കൂടെ ഉണ്ടാകട്ടെ. ആമേൻ. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം ഇന്ന് പകൽക്കാലം ഈ ജനത്തെ അനുഗ്രഹിച്ച് അവരുടെ സകല ആവശ്യങ്ങളിലും കൂടെ ഇരുന്ന്, ആമേൻ, യഹോവ ജൈറയായി, യഹോവ റാഫയായി, ഹല്ലേലൂയ, എൽ ശദായിയായി കൂടെ ഇരുന്ന് അത്ഭുതങ്ങളിലൂടെ നടത്തുന്നതിനെ സ്തോത്രം ചെയ്തു. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ തൻ്റെ മക്കളുടെ മേലുണ്ടാകട്ടെ. പ്രത്യേകിച്ച് കാൽമുട്ടുകൾക്ക് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നടക്കുവാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കാൽമുട്ടിൽ സ്വെല്ലിംഗ് ഉണ്ടായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ ആ കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ. ദൈവശക്തി ആ കാൽമുട്ടുകളിലേക്ക് ഇറങ്ങട്ടെ. അതുപോലെ ആമേൻ ആമേൻ. സ്ട്രോക്കിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സകല കോംപ്ലിക്കേഷൻസും അവരെ വിട്ടുപോട്ടെ. പൂർണ്ണ ആരോഗ്യവും സ്വസ്ഥതയും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം. ജോലിയില്ലാത്തവർക്ക് കർത്താവ് വഴികൾ തുറന്നു കൊടുക്കുന്നതിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ അപ്പനെ ഞങ്ങൾ ആരാധിക്കുന്നു, അപ്പനെ ഞങ്ങൾ സ്തോത്രയാഗം അർപ്പിക്കുന്നു, അപ്പയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ആ നാമം സകല നാമത്തിലും മേലായ നാമമാകിയാൽ സ്തോത്രം. അപ്പം ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് കർത്തൃ ദിവസമാണല്ലോ, ലോകവ്യാപകമായി കർത്താവിനെ ആരാധിക്കുന്ന ദിവസമാണ്. എല്ലാ ആരാധനകളിലും അങ്ങയുടെ മഹിമ വെളിപ്പെടട്ടെ. എല്ലായിടത്തും അങ്ങയുടെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങളും വിടുതലുകളും വീര്യപ്രവൃത്തികളും ഇന്ന് നടക്കുന്നതിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന എല്ലാവരെയും ഓർക്കുന്നു. കൃപയിൽ എല്ലാവരെയും പൊതിയണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും, കർത്താവ് അനുവദിച്ചാൽ. അതുകൊണ്ട് ഒരാൾ പോലും മിസ് ചെയ്യരുത്. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമേ എന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ഓർപ്പിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി ഇന്ന് തൊട്ടേ പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട, കർത്താവെ നാളത്തെ മീറ്റിംഗ് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണം. ഞങ്ങൾക്ക് മാത്രമല്ല അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കണം. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ടച്ചിങ് സ്പർശനമുണ്ടാകുന്ന ദിവസമായിരിക്കണം എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ലോകം മുഴുവൻ കർത്താവിൻ്റെ ഉയർപ്പിനെ ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഈ വാക്യം വളരെ പ്രസക്തമാണ്. റോമാലേഖനം 8:11 പറയുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും
ജീവിപ്പിക്കും. വളരെ മനോഹരമായ ഒരു വചനമാണ്. അതായത് ഒന്ന് ഓർത്തു നോക്കിയേ, യേശു ഈ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ യേശു ക്രൂശിക്കപ്പെട്ടു. യേശുവിനെ മരിച്ചവനായി അവർ ക്രൂശിൽ നിന്ന് ഇറക്കി. അരിമത്യക്കാരനായ ജോസഫിൻ്റെ കല്ലറയ്ക്കകത്ത് ജീവനില്ലാതെ തണുത്ത ആ ശരീരം, ആമേൻ, ആ കല്ലറയ്ക്കകത്ത് അടക്കിയതിന് ശേഷം ആ കല്ലറ സീൽ ചെയ്തു. അതിൻ്റെ മുമ്പിൽ കൊണ്ട് കല്ല് മുരുട്ടി വെച്ചു. എല്ലാവരും വിചാരിച്ചു ഇറ്റ് വാസ് ഓവർ, കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുക. അന്നേരമാണ് പെട്ടെന്ന് അത്ഭുതകരമായ ഒരു കാര്യം സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ്, ആമേൻ, ഹല്ലേലൂയ, ആദിയിൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ ഈ യേശുവിൻ്റെ കല്ലറയ്ക്കകത്തേക്ക് പ്രവേശിക്കുകയും യേശുവിനെ ഉയർപ്പിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് പറയുന്ന പദം ഓർത്തു നോക്കി, ആൻഡ് ദാറ്റ് വെരി സെയിം സ്പിരിറ്റ്, അതേ ആത്മാവ്, അതായത് യേശുവിൻ്റെ കല്ലറയ്ക്കകത്ത് വ്യാപരിച്ച് യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ്, അതിൻ്റെ ഒരു ഭാഗമെന്നോ അതിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ പോർഷൻ ഒന്നുമല്ല, ദ സെയിം പവർ, യേശുവിനെ ഉയർപ്പിച്ച അതേ പവർ ഇന്ന് ഓരോ വിശ്വാസികളുടെയും ഉള്ളിൽ വസിക്കുന്നു. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞ ഓരോ വിശ്വാസികളുടെ ഉള്ളിൽ വസിക്കുന്നു. അതായത് റോമാലേഖനം 8-ാം അധ്യായം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഒരു എ ലൈഫ് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്നു. 6-ാം അധ്യായത്തിൽ സ്നാനത്തെക്കുറിച്ച് പറയുന്നു, പാപത്തെക്കുറിച്ച് പറയുന്നു. 7-ാം അധ്യായത്തിൽ ആമേൻ നമ്മൾ മനുഷ്യൻ്റെ ബലഹീനതകളും പാപങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് 8-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ക്രിസ്തുയേശുവുള്ള ഒരാൾക്കും ശിക്ഷാവിധി ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഈ ജീവിതം നയിക്കുവാൻ, അതായത് ഈ മാനുഷിക ബലഹീനതകളെ അതിജീവിക്കുവാൻ, പാപത്തെ അതിജീവിക്കുവാൻ, ആമേൻ, സ്വർഗീയ ശക്തി നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട്, അതായത് യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ്, ആമേൻ, നമ്മുടെ അകത്ത് വസിക്കുന്നത് കൊണ്ട്, ആമേൻ, എന്തു സംഭവിക്കും? നമ്മൾ എല്ലാം തകർന്നു എന്ന് തോന്നുമ്പോഴും നമുക്ക് ഈ ആത്മശക്തിയിൽ ജീവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. അതായത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി അല്ല പരിശുദ്ധാത്മാവ് നമ്മളെ, അതിനുവേണ്ടി മാത്രമല്ല നമ്മളെ സഹായിക്കും, ഈ ലോകത്തിൽ ജീവിക്കുവാൻ കൂടെ നമ്മളെ സഹായിക്കും. ഒരിക്കൽ ഒരു വിധവയായ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി അവസാനം ക്ഷീണിതയായി, എല്ലാം കയ്യിലുള്ളതെല്ലാം തീർന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതിരിക്കുമ്പോൾ ആ സ്ത്രീ ഒരു കർത്താവിൻ്റെ ദാസനുമായിട്ട് സംസാരിച്ചു. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ നിങ്ങളുടെ മേൽ ഒരാത്മപകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ ദൈവദാസൻ അവരുടെ തലയിൽ കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരാത്മപകർച്ച അവരുടെ മേൽ ഉണ്ടാകുകയും ചെയ്തു. ആമേൻ. എന്ത് സംഭവിച്ചെന്നറിയാമോ? പെട്ടെന്ന് ഇവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. 2-3 ദിവസങ്ങൾക്ക് ശേഷം ഈ സഹോദരി ഈ കർത്താവിൻ്റെ ദാസനോട് പറയുക, പാസ്റ്ററെ, വിഷയങ്ങളെല്ലാം അതുപോലെ തന്നെ ഉണ്ട്, പക്ഷേ ചലഞ്ചസ്, അന്നുണ്ടായിരുന്ന ചലഞ്ചസ് ഉണ്ട്, പക്ഷേ ഇന്ന് ഭയങ്കര പ്രതീക്ഷയായി എനിക്ക് ജീവിക്കുവാൻ. ആമേൻ. എനിക്ക് അതിനെ അതിജീവിക്കാനുള്ള ഒരു പ്രത്യേക കൃപ എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുക എന്ന് പറഞ്ഞു. ആമേൻ. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകളെ അതിജീവിക്കുവാൻ, ഉയർത്തെഴുന്നേൽക്കുവാൻ, ആ ബലഹീനതകളുടെ നടുവിൽ നിന്ന് ഉയർക്കുവാൻ കഴിയും. ഒരു പക്ഷേ എല്ലാം എൻ്റായി, ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഏലിയാവ് നമ്മുടെ ചൂരച്ചെടുത്ത തണലിൽ ഇരുന്ന് പറഞ്ഞതുപോലെ മതി കർത്താവേ എന്ന് പറയുന്ന ഒരു അനുഭവത്തിലിരിക്കുമ്പോൾ, ഒരാത്മപകർച്ച നമ്മുടെ മേൽ ഉണ്ടാകുമ്പോൾ, ആത്മാവിൻ്റെ നിറവ് നമ്മുടെ മേൽ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ആകമാനം മാറി മറിയും. വീണ്ടും നമ്മുടെ ദർശനങ്ങൾ ജീവിക്കുവാൻ തുടങ്ങും, നമ്മുടെ സ്വപ്നങ്ങൾ ജീവിക്കുവാൻ തുടങ്ങും, നമ്മുടെ വിഷനിലേക്ക് നമുക്ക് മുന്നേറുവാനുള്ള വലിയ കൃപയുണ്ടാകാൻ തുടങ്ങും. ഹല്ലേലൂയ. ഈ ആത്മാവ് പകർച്ച നമ്മുടെ ഉള്ളിൽ വന്നത് ഒരു വിസിറ്റിംഗ് വിസയിലല്ല, അല്ലെങ്കിൽ വൺസ് ഇൻ എ വൈൽ വന്നു പോവുകയല്ല. അവൻ യേശു പറഞ്ഞത്, അവൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമെന്നാണ് പറഞ്ഞു. അപ്പം നമ്മൾ എവിടെയാണെങ്കിലും, നമ്മൾ വാഹനം ഓടിക്കുമ്പോഴും, നമ്മൾ കിച്ചണിൽ നിൽക്കുമ്പോഴും, നമ്മൾ ജോലി സ്ഥലത്താണെങ്കിലും, ഈവൻ നിങ്ങൾ ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും, അവിടെ എല്ലാം ഈ ആത്മാവ് നിങ്ങളെ എൻകറേജ് ചെയ്യും. നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടെ എൻകറേജ് ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഉയർപ്പ് ഞായറാഴ്ച പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ഉയർപ്പിൻ്റെ ശക്തിയിൽ ജീവിക്കണം. ഒരു ദൈവത്തിൻ്റെ പൈതൽ ഉയർപ്പിൻ്റെ ശക്തിയിൽ ജീവിക്കണം. എങ്ങനെ നമുക്ക് ഉയർപ്പിൻ്റെ ശക്തിയിൽ ജീവിക്കാം? ഉയർപ്പിൻ്റെ ശക്തിയിൽ ജീവിക്കണമെങ്കിൽ ദിവസവും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൂടെ ഇരുന്നിട്ട് പറയണം, പരിശുദ്ധാത്മാവേ, അങ്ങ് എന്നിലൂടെ ഒഴുകണമേ, അങ്ങയുടെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. അപ്പോൾ ചോദിക്കും, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേ ഉണ്ട്. നമ്മൾ അക്നോളജ് ചെയ്യുക, നമ്മൾ പറയുക, ദൈവാത്മാവേ, അങ്ങ് എന്നിൽ വസിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് പകൽക്കാലം ജയകരമായി ജീവിപ്പാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആമേൻ. കർത്താവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ്
പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ എന്നെ സഹായിക്കണമേ. നമ്മുടെ നിർജീവമായി പോയ എല്ലാ അവസ്ഥകൾക്കും മാറ്റം കൊണ്ടുവരുവാൻ, നമ്മുടെ ബന്ധങ്ങൾക്ക് ആമേൻ ജീവൻ വെപ്പിക്കുവാൻ, നമ്മുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ വെപ്പിക്കുവാൻ, നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തെ ജീവൻ വെപ്പിക്കുവാൻ ഹല്ലേലൂയ ഈ പരിശുദ്ധാത്മാവിന് കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ആമേൻ തീരുമാനമെടുക്കുക, ഉയർപ്പിൻ്റെ ശക്തിയിൽ വേണം ജീവിക്കാൻ. ആമേൻ കല്ലറകൾക്ക് യേശുവിനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. കാരണം കല്ലറയ്ക്കകത്തിറങ്ങിയ ആത്മശക്തിയുണ്ട്. ഈ അതേ ആത്മശക്തിയാണ് ഇന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. അതുകൊണ്ട് ഒരു ഭയത്തിനോ ഒരു പരാജയത്തിനോ ഒരു ക്ഷീണത്തിനോ ഒരു രോഗത്തിനോ നമ്മളെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. നമ്മൾ യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മളും ജയാളികളായി മുന്നേറും. ഒന്നിനും നമ്മളെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി ഒന്നുകൂടെ പറഞ്ഞ്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് എന്നിൽ വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ യേശുവിൻ നാമത്തിൽ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ്.